ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. എന്തെല്ലാം വിശേഷം? സുഖാണോ? ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ്. അടിപൊളി റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. ആരും മിസ് ചെയ്യരുത്. സ്റ്റേ ട്യൂൺ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ സാബുനരിയില്ലേ അല്ലെങ്കിൽ ചവ്വരിയില്ലേ, അത് മേടിച്ചിട്ട് നമ്മൾ വേവിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ അനിയത്തി ഉണ്ടാക്കി തന്ന റെസിപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം. അപ്പോൾ എന്തായാലും നമ്മൾ നന്നായിട്ട് പഴുത്ത പഴം എടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ പായസത്തിൻ്റെ അരി എടുത്തിട്ട് വേവിക്കാൻ കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചവ്വരിയും വേവിച്ചെടുക്കുന്നുണ്ട്. ചവ്വരീൻ്റെ വെള്ള കളർ മാറി ഒരു ഗ്ലാസ് ജല കളർ ആകുന്ന വരെ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ പുഴുങ്ങിയ പഴം എടുത്ത് മിക്സിയിൽ അടിച്ച് പിന്നെ വെള്ളം ഉരുക്കിയതും ചേർത്ത് നമ്മൾ വരട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ ഉണ്ടാക്കുന്നതെന്ന്? നമ്മുടെ പഴം പ്രഥമനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനവിടെ വീട്ടിൽ ചെന്നപ്പോൾ അനിയത്തി പറഞ്ഞു, എടി ഞാൻ പായസം ഉണ്ടാക്കിത്തരാം, പഴം പ്രഥമൻ ഉണ്ടാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഉണ്ടാക്കി തരുമ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരട്ടും വെല്ലവും പഴവും സാബുനരി എല്ലാം കൂടി ഇട്ട് ഇങ്ങനെ വരട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ വരട്ടി നമ്മുടെ വെള്ളം ഉരുക്കിയിലെ വെള്ളത്തിൻ്റെ വെള്ളം വറ്റിച്ചെടുത്ത് നമ്മളിങ്ങനെ ഇളക്കി വരുമ്പോൾ അതിനകത്തോട്ട് ഒരു വഴി കാണുന്ന പോലെ ആകണം കേട്ടോ. അതുപോലെ വറ്റിച്ച് വരട്ടിയെടുക്കണം. എന്നാലാണ് നമ്മുടെ ആ പായസത്തിൻ്റെ ടേസ്റ്റ് കറക്റ്റ് വരുള്ളൂ. അപ്പോൾ അതുപോലെ കുറേ നേരം ഇളക്കിയിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇതെല്ലാം കൂടി ഇട്ട് വേവിച്ചെടുത്താൽ മതി. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അരി കുക്കറിൽ വേവിച്ചു, സാബുനരി വേറെ വേവിച്ചു, പിന്നെന്താ പഴം പുഴുങ്ങി മിക്സിയിൽ അടിച്ച് ചേർത്തു. പച്ചയ്ക്ക് പഴം നമ്മൾ വരട്ടിയെടുക്കുന്നതിനേക്കാളും പെട്ടെന്നാകുമല്ലോ, പക്ഷേ ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പിന്നെ പഴം എടുക്കുമ്പോൾ നല്ല അടിപൊളി പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാൻ, അല്ലെങ്കിൽ ചെറിയൊരു പുളിരസം വരും കേട്ടോ. പക്ഷെ നമ്മുടെ പ്രഥമൻ എനിക്ക് ഓർക്കാൻ പോലും വേല, ഞാൻ വീട്ടിൽ പോയപ്പോൾ അവൾ ഉണ്ടാക്കി തന്നാണ് കേട്ടോ. ഇപ്പോഴും ടേസ്റ്റ് വായിലുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞു കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു, വെറുതെ നമ്മളങ്ങനെ ഹൈപ്പ് കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ വീഡിയോ ഇടുമ്പോൾ അവളെന്തായാലും കാണും. എനിക്ക് ഭയങ്കര എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ല പായസമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊരു മധുരം കുറവുണ്ടായിരുന്നു, കുറച്ചുകൂടെ വെല്ലം ചേർക്കായിരുന്നു. നമ്മൾ കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു, പക്ഷേ അടിപൊളി പായസം തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ പ്രഥമൻ എല്ലാം സെറ്റായി വരട്ടി നെയ്യൊക്കെ ഒഴിച്ച് വരട്ടി ലാസ്റ്റ് നമുക്ക് നമ്മുടെ കൊഴുത്ത തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ. കുറച്ച് നന്നായിട്ട് തേങ്ങയെടുത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പായസം റെഡിയായി വരും. അതിൻ്റെ അകത്തേക്ക് ഏലക്കയും ജീരകവും പിന്നെ ചുക്കുപൊടിയും എല്ലാം കൂടി ചേർക്കുക. ഏലക്കയും ജീരകവും ഒക്കെ വറുത്ത് പൊടിച്ചാണ് കേട്ടോ ചേർക്കുന്നത്. അതിന് ശേഷം നമുക്ക് നമ്മൾ നെയ്യ് നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നെയ്യിൽ തേങ്ങയും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടി വറുത്തിടാം കേട്ടോ. അപ്പോൾ ഇതൊന്നും ചെയ്തില്ലേ തന്നെ ഇപ്പം തന്നെ ഇവിടെ മൊത്തം ഭയങ്കര മണമായിരുന്നു. അതുപോലത്തെ പറയാൻ പറ്റില്ല, അതുപോലെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നിൽക്കുക. ഞാനെന്തായാലും പഴം പ്രഥമൻ ഞാൻ ഒറ്റയ്ക്ക് എന്തായാലും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇപ്പോൾ സച്ചുവിൻ്റെ ബർത്ത്ഡേ അടുത്ത ആഴ്ച വരുന്നുണ്ട്. അപ്പോൾ ഞാനെന്നാ വിചാരിച്ചു പഴം പ്രഥമൻ ഉണ്ടാക്കാമെന്ന്. ഇച്ചിരി പണിക്കാണ്, എന്നാലും നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള എളുപ്പ വഴിയൊക്കെ അവൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം അല്ലേ. പിന്നെ ഇങ്ങനെ വറുത്ത് പൊടിച്ചിട്ട് അതിൻ്റെ തരികളൊന്നും വരാതെ അരിപ്പയിൽ അരിച്ചാണ് കേട്ടോ ഏലക്കയും ജീരകവും എന്താ പറയുക ചുക്കും എല്ലാം കൂടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പപ്പടമോ ഇച്ചിരി പഴമോ ഒക്കെ ഇട്ട് അങ്ങ് കുഴച്ച് കഴിക്കണം. അതാണ് പായസത്തിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുടിച്ചായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ. ഓക്കേ.